ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും വിക്രവും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സീനാണ്. റൊമാൻറ്റിക് എന്നൊന്നും പറയാൻ പറ്റില്ല, പരസ്പരം അടികൂടി അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു കഥയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിശ്വേട്ടൻ്റെ കാര്യം പറയാണ് കേട്ടോ ശ്രീജ വേദയോട്. വേദയ്ക്ക് ഒരുപാട് പിടിപാടൊക്കെയുള്ളതല്ലേ, ഇത്രയും വിദ്യാഭ്യാസവും ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ വേദയോട്. അപ്പം വേദ ചോദിക്കുക, എന്താ ശ്രീജേച്ചി, എന്താന്ന് വെച്ചാൽ പറ. അതെ, വിശ്വേട്ടന് ഒരു ജോലിയൊന്നും ആയിട്ടില്ല. വിശ്വേട്ടൻ ഒന്നാമത് ഭയങ്കര മടിയാണ്, ഒന്നും അന്വേഷിക്കുന്നുമില്ല. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ജോലി ആയിട്ടില്ല. നീ എവിടെയെങ്കിലും ഒരു ജോലി വിശ്വേട്ടന് വാങ്ങിക്കൊടുക്കുമോ? ഇപ്പം ഞങ്ങളുടെ കാര്യം വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ അച്ഛൻ്റെ പെൻഷൻ കൊണ്ടല്ലേ കഴിയുന്നത്. അതിൻ്റെ വീതം പറ്റിയ ഓരോ ചെറിയ കാര്യത്തിനും ഞാനും ജീവിക്കുന്നത്. ഒരു പൊട്ട് വാങ്ങണമെങ്കിലോ ഒരു കമ്മൽ വാങ്ങണമെങ്കിലോ ഒക്കെ അമ്മയോടോ അച്ഛനോടോ ചോദിക്കണം. എന്തിനൊന്ന് ഫോൺ റീചാർജ് ചെയ്യണേ പോലും അച്ഛൻ്റെ പെൻഷനിൽ നിന്നുള്ള പൈസ തന്നെ വേണം. വിശ്വേട്ടനൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. എന്തുമാത്രം ഞാൻ മനസ്സ് വിഷമിക്കുന്നുണ്ടെന്നറിയാവോ? അപ്പോൾ വേദ പറയാണ്, അയ്യോ ശ്രീചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ എന്ന് പറയാണ്. അങ്ങനെ ഒരു വിശ്വനെ വിളിക്കുകയാണ് പിറ്റേ ദിവസം തന്നെ വേദ. എന്നിട്ട് പറയണേ, വിശ്വേട്ടന് എന്ത് ജോലി ചെയ്യാനാണ് ഇഷ്ടം? അപ്പോൾ വിശ്വൻ പറയുന്നുണ്ട്, എനിക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റും വേദേ, പക്ഷെ ഒരു ജോലി ആരും തരാൻ തയ്യാറാവുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ ആരെങ്കിലും ജോലി തന്നാൽ വിശ്വേട്ടൻ ചെയ്യുമോ എന്ന് ചോദിക്കുക വേദ. അപ്പോൾ വിശ്വൻ പറയുന്നുണ്ട്, പിന്നെ ജോലി കിട്ടിയാൽ ഞാൻ ചെയ്യും, സന്തോഷമായിട്ട് തന്നെ ചെയ്യും. അപ്പോൾ വേദ പറയാം, ഞാനിപ്പോൾ ഒരു ജോലി തരട്ടെ, വിശ്വേട്ടൻ അതൊന്ന് ചെയ്യുമോ? അങ്ങനെ വേദ ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കുകയാണ് കേട്ടോ വിശ്വൻ്റെ കയ്യിൽ. വേദയ്ക്ക് വാങ്ങാനുള്ള കുറേ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിയിട്ട് വിശ്വൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. കുറച്ച് പണവും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, വിശ്വേട്ടാ, ഇതൊക്കെ ടൗണിലെ കടയിലേക്ക് ഇട്ടുള്ളൂ. ഈ സാധനങ്ങളെല്ലാം ലിസ്റ്റിലുള്ളതെല്ലാം പോയി വാങ്ങിക്കൊണ്ട് വരണം. ഇതാ പണമുണ്ട്, ഈ പണം ചിലവാക്കിയിട്ട് ബാക്കി എത്രയുണ്ടോ അത് കൊണ്ട് തരികയും ചെയ്യണം. വിശ്വന് ചെയ്യാൻ പറ്റുമോ ഈ ജോലി? അപ്പോൾ വിശ്വൻ പറയും, ഓ ഇതിനെന്താ ബുദ്ധിമുട്ട്, ഇതിപ്പം വലിയ പണി വല്ലതുമാണോ, ഞാൻ പോയി ചെയ്യാം, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വിശ്വൻ അവിടുന്ന് സൈക്കിളൊക്കെ എടുത്തിട്ട് പോയി ഈ വേദ പറഞ്ഞ സാധനങ്ങളൊന്നും ഒന്നും വിടാതെ വാങ്ങിക്കൊണ്ട് വരികയാണ്. പൈസ എല്ലാം ആയതിനു ശേഷം ബാക്കിയുള്ള പൈസ വേദയുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ വേദ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഞാൻ ഈ ലിസ്റ്റിൽ ടിക്കും ഇട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോയെന്ന് വേദ നോക്ക്, ഇത്രയും രൂപയായി, ബാക്കി പണം ഇതാ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഈ ബാക്കി പണമൊന്നും വേണ്ട വിശ്വേട്ടാ, ഇത് വിശ്വേട്ടൻ്റെ കയ്യിൽ തന്നെ വെച്ചോളൂ. ഏയ് അതൊന്നും വേണ്ട എന്ന് പറയാണ് വിശ്വം. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതല്ല വിശ്വേട്ടാ, ഇപ്പം ഞാൻ വിശ്വേട്ടനെ ഒരു ജോലി ഏൽപ്പിച്ചു, ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ. ഒന്നും ഒരു കുഴപ്പമില്ലാതെ കറക്റ്റായിട്ട് തന്നെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനുള്ള കൂലിയായിട്ട് കരുതിയാൽ മതി ആ ബാക്കിയുള്ള പണം എന്ന് പറയാണ്. അപ്പോൾ വിശ്വൻ പറയുന്നുണ്ട്, ഏയ് അങ്ങനെ വേണ്ട വേദേ, അതല്ല വിശ്വേട്ടാ, വിശ്വേട്ടനൊരു ജോലി ചെയ്തതാ, അപ്പോൾ അതിൻ്റെ കൂലി കയ്യിൽ വെക്കണം. ഇത് ഞാൻ തരുന്ന ഒരു കൂലിയായിട്ട് കരുതിയാൽ മതി എന്ന് പറയാണ് കേട്ടോ. അപ്പം വിശ്വൻ ആ ശരി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേദ പറയാണ്, വിശ്വേട്ടാ, അപ്പോൾ നാളെ തൊട്ട് വിശ്വേട്ടനൊരു ജോലിക്ക് പോകാനായിട്ട് റെഡിയാക്കിയോ കേട്ടോ. അപ്പോൾ വിശ്വൻ ചോദിക്കുന്നുണ്ട്, എന്ത് ജോലി? അതേ, ടൗണിൽ ഒരു കമ്പനിയിലൊരു ജോലിയാണ്, ഇതുപോലൊക്കെ ഉള്ളൊരു ജോലി. അതിന് എല്ലാം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി വിശ്വേട്ടൻ നാളെ അവിടെ ചെന്ന് ജോയിൻ ചെയ്താൽ മതി. തയ്യാറാണോ വിശ്വേട്ടൻ? അതേ വേദേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാനതിന് തയ്യാറാണ്. അപ്പോൾ എന്നാൽ റെഡി ആയിക്കോ, നാളെ തന്നെ രാവിലെ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് വേദേ, വിശ്വേട്ടൻ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ. ഏയ് ശ്രീജേച്ചി വിഷമിക്കൊന്നും വേണ്ട, വിശ്വേട്ടൻ ആദ്യം ജോലിക്ക് പോയി ശമ്പളമൊക്കെ കൊണ്ടുവരട്ടെ, എന്നിട്ട് മതി ഈ നന്ദിയൊക്കെ എന്ന് പറയുകയാണ്. വിശ്വൻ രാവിലെ ഒരുങ്ങിയൊക്കെ വന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് പോവുകയാണ് കേട്ടോ ജോലിക്ക്. അപ്പോൾ മാഷിനോട് പറയുന്നുണ്ട്, അച്ഛാ വേദ എനിക്കൊരു ജോലി റെഡിയാക്കി തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാഷ് പറയണം, ഓ നീ ജോലിക്ക് പോകുന്നു, നീ അവിടെ പോയി ജോലി ചെയ്ത് ശമ്പളമൊക്കെ ആയിട്ട് വാ, അപ്പോൾ ഞാൻ വിശ്വസിക്കാം. അതിനു മുമ്പ് വിശ്വസിക്കാനും നന്ദി പറയാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം. അങ്ങനെ വിശ്വൻ ജോലിക്ക് പോവുകയാണ് കേട്ടോ. എന്നും ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു മാസം പോയി കഴിയുമ്പം ശമ്പളം കിട്ടുകയാണ്. ശമ്പളം കിട്ടിക്കഴിയുമ്പം വിശ്വൻ ശ്രീജയ്ക്കും എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരികയാണ്. ആ ഒപ്പം വേദയ്ക്കും വാങ്ങുന്നുണ്ട് കേട്ടോ.
അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങി വന്ന് കൊടുക്കുകയാണ്. അപ്പം മാഷിനോട് കൊടുക്കുമ്പോൾ മാഷിന് സന്തോഷമാവുകയാണ്. ബാക്കി കുറച്ച് പണമുള്ളത് അത് കമലത്തിൻ്റെ കയ്യിലേക്കും കൊടുക്കുകയാണ് വീട്ടു ചെലവിനായിട്ട്. ഇത് കാണുമ്പോൾ ശ്രീജയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. എല്ലാവരും വന്നിട്ട് വേദയോട് നന്ദി പറയുന്നുണ്ട്. വേദേ, വിശ്വേട്ടൻ ഇങ്ങനെ ജോലിക്ക് പോകുമെന്നൊന്നും വിചാരിച്ചതല്ല എന്ന് ശ്രീജ പറയുക. വേദ പറയുന്നുണ്ട്, കണ്ടോ വിശ്വേട്ടൻ മാറിയത്, ഇതുപോലെ ഓരോരുത്തരും മാറുന്നേ എന്ന് പറയാണ്. അപ്പോൾ കമലം പറയാണ്, നേരാ വേദേ, നീ വിശ്വത്തിനെ മാറ്റി, ഇനി വിക്രവും മാറും അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം വിക്രത്തിൻ്റെ റൂമിലാണ് വേദ. വിക്രം അങ്ങോട്ട് വരികയാണ്. വിക്രം ചോദിക്കുന്നുണ്ട്, എന്താടി നീ ഇവിടെ നിൽക്കുന്നത്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാവോ? ഞാനെന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നേ, ഇതെൻ്റെ റൂമല്ലേ. നിൻ്റെ റൂമോ? എന്തധികാരത്തിലാണ് ഇത് നിൻ്റെ റൂമാന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഈ റൂമിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോവാൻ. ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും വിക്രം പറയാണ്, സമ്മതിച്ചു, ഇത് നിൻ്റെ റൂമാണ്, നീ അങ്ങെടുത്ത് തലയിൽ വെച്ചു, പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് മാറ്, എനിക്കൊന്ന് ഡ്രസ്സ് മാറണം, എനിക്കൊന്ന് കുളിക്കണം എന്ന് പറയാൻ. ഓഹോ, ഞാൻ കണ്ണടച്ചിരുന്നോളാം, ഡ്രസ്സ് മാറിക്കൂ എന്ന് പറയാണ് വേദ. എടി ഞാൻ നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പം ആ ബെഡ്ഷീറ്റിൽ അങ്ങ് തട്ടി മറിഞ്ഞ് വേദയുടെ പുറത്തേക്ക് വീഴുകയാണ് വിക്രം കേട്ടോ. വീഴുന്ന വഴി നിലത്ത് രണ്ടുപേരും കിടന്നങ്ങ് ഉരുണ്ടിട്ട് വേദയുടെ കവിളിൽ വിക്രം ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴേക്കും വേദ ഇങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. വിക്രമാണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പം ചാടി എണീക്കുകയാണ് വിക്രം. എന്നിട്ട് പറയുന്നുണ്ട്, ഹോ നാശം, ഇവളൊരു സ്വസ്ഥതയും തരികയല്ലോ, ഇങ്ങനെ വേതാളം ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ വേദ പറയാണ്, സമ്മതിച്ചല്ലോ, വേതാളെന്ന് പേരിട്ട് വിളിച്ചത് നിങ്ങൾ തന്നെയല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വേതാളം പോലെ ഇങ്ങനെ കിടക്കണ്ടേ വിക്രമാദിത്യൻ ചേട്ടാ എന്ന് പറയാണ്. നിനക്ക് ഈ റൂമിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോകാവോ? മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്ന് ഡ്രസ്സ് മാറാനോ കുളിക്കാനോ പോലും പറ്റില്ലല്ലോ ഈ നാശം കാരണം. ഓ, ഞാൻ പറഞ്ഞില്ലേ കണ്ണടച്ചിരുന്നോളാന്ന്, പിന്നെ എന്തിനാ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്ന ഉണ്ടക്കണ്ണ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രത്തിനങ്ങ് കലി വരികയാണ്. വിക്രമാണെങ്കിൽ അങ്ങോട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. വേദയാണെങ്കിൽ കള്ളച്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പോയിക്കോളാവേ, ഇത് ഞാൻ ചെന്ന് നന്ദിനി ചേച്ചിയോട് പറയട്ടെ. എന്താ നന്ദിനി അടുത്തിയോട് പറയാൻ പോകുന്നത് നീ? ഏയ് ഒന്നുമില്ല, നന്ദിനി അടുത്തേക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നന്ദിനി അടുത്തേക്ക് ഒന്ന് ഞെട്ടിക്കാൻ പോവാ ഞാൻ. എന്ത് പറയാനടി നീ പോകുന്നത്? അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നീ വെറുതെ അല്ല, വിക്രമാദിത്യൻ ചേട്ടൻ എൻ്റെ കവളിൽ ഉമ്മ തന്നെന്ന് ഞാനിപ്പോൾ ചെന്ന് നന്ദിനി അടുത്തിയോട് പറയും. എടി വേതാളവേ, മനുഷ്യനെ നാറ്റിക്കരുത് കേട്ടോ. ഇനിയിപ്പം അതങ്ങോട്ട് ചെന്ന് പറയേണ്ട താമസവുമുള്ളൂ. ഈ കര മുഴുവനാക്കും നന്ദിനിയടത്തി. ഹോ, ഇതുപോലൊരു സാധനം, എൻ്റെ വേദ അവിടെ നിൽക്കടി എന്ന് പറയാണ് വിക്രം. വേദ പുറത്തേക്ക് നാണിച്ചിങ്ങനെ ഓടി അങ്ങ് പോവാണ്. വിക്രമാണ് പുറകെ പോവാണ്. എടി പറയരുതെന്ന്, എടി അവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞ് പുറകെ ചെല്ലുക. അപ്പോൾ ഇതൊക്കെ കണ്ട് നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നന്ദിനി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക. അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്താ വേദ, എന്താ വിക്രം പറയുന്നേ? ഏയ് ഒന്നുമില്ല നന്ദിനിയടത്തി, എടിയാ പറയരുതെന്ന് എന്ന് വിക്രം പറയാണ് കേട്ടോ. അപ്പം നന്ദിനിക്ക് പിന്നെയും സംശയമായി. നന്ദിനി നോക്കിയാൽ, എന്താ വേദേ? അതേ, ഈ വിക്രമാദിത്യൻ ചേട്ടനെ ഒരു ഉമ്മ തന്നെൻ്റെ കവളിൽ, അത് നന്ദിനിയടത്തിയോട് പറയരുതെന്ന് പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദിനി ഇങ്ങനെ കണ്ണുള്ളി നിൽക്കുക കേട്ടോ. വിക്രാണെ ആകെപ്പാടെ നാണം കെട്ട് നാറി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്